പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വാഹനത്തിന് പിഴ ചുമത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഷൻ നടപടി. അടൂർ MVD സ്ക്വാഡിലെ ഉദ്യോഗസ്ഥനായ ലൈജുവിനെതിരെയാണ് ഗതാഗത വകുപ്പ് അച്ചടക്ക നടപടിയെടുത്തത്. ആറന്മുളയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുന്നതിലും സജീവമായി പങ്കെടുത്ത വാഹനത്തിനാണ് പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥർ പിഴയിട്ടത്. അടൂർ ബൈപ്പാസിൽ നടന്ന പതിവ് വാഹന പരിശോധനയ്ക്കിടെയാണ് MVD സംഘം പ്രളയ ദുരിതാശ്വാസ വാഹനം തടഞ്ഞു നിർത്തിയത്. വാഹനത്തിൽ നിയമവിരുദ്ധമായി ആഡംബര ലൈറ്റുകൾ ഘടിപ്പിച്ചതിലും മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനുമായി ആദ്യം 7000 രൂപയാണ് പിഴ ഈടാക്കിയത്. പിന്നീട് വാഹന ഉടമ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതോടെ പിഴത്തുക 5250 രൂപയായി കുറച്ചു. ദുരന്ത സമയത്ത് സന്നദ്ധ സേവനം നടത്തിയ വാഹനത്തിന് നേരെ ഉദ്യോഗസ്ഥർ കാട്ടിയ കടുത്ത നിലപാടിനെതിരെ പ്രദേശത്ത് വൻ പ്രതിഷേധമുയർന്നു. അബിൻ വർക്കി MLAയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് തുക കണ്ടെത്തുകയും വാഹന ഉടമയ്ക്ക് നൽകി പിഴത്തുക അടച്ചു തീർക്കുകയുമായിരുന്നു. പ്രതിഷേധം ശക്തമായതോടെയാണ് ഗതാഗത വകുപ്പ് നേരിട്ട് ഇടപെട്ട് MVD ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നവരോട് കാണിക്കേണ്ട പ്രാഥമിക പരിഗണന ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെന്നാണ് നടപടിയെ അനുകൂലിക്കുന്നവരുടെ വാദം. അതേസമയം കൃത്യനിർവഹണം നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തതിൽ ഒരു വിഭാഗത്തിന് അമർഷമുണ്ട്. പരിശോധനാ സമയത്ത് വാഹനം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്ന രീതിയിലുള്ള ബോർഡുകളോ അടയാളങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനം നിരത്തിലിറക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി.